ഹായ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ എത്തിയിരുന്നു കേട്ടോ. അപ്പോൾ 2 ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്, അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മൾ വീഡിയോ ആയിട്ട് വരാഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ നമുക്കൊരു ലൈക്കും കൂടി തന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ രാവിലെ അതാ കുറച്ച് കറി ഉണ്ട് കേട്ടോ, അതൊന്ന് ചൂടാക്കി എടുക്കണം. ചൂടാക്കല്ല, തിളപ്പിച്ചെടുക്കുകയാണ്. രാത്രിയിൽ വെച്ച ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ അത് ചൂടാക്കി വെച്ചിട്ട് മക്കൾക്ക് നന്ദുമോൾക്ക് ട്യൂഷൻ ഉണ്ട്, നന്ദുമോൾക്ക് കൊണ്ടുപോകാനും വേണം. പിന്നെ ബാക്കി എല്ലാവരും ഒന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് വീട്ടിലുണ്ടല്ലോ, അപ്പോൾ എല്ലാവർക്കും അത് ചായക്കടിയിലേക്ക് കൂട്ടാമെന്ന് വിചാരിച്ചിട്ട് വേഗം ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇന്ന് പുട്ട് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. അപ്പം ഇന്ന് പുട്ടുണ്ടാക്കണില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ നന്ദമോൾ കുറച്ച് സോയാബീൻ മസാലയൊക്കെ തേച്ച് ഇങ്ങനെ കുഴക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനാണ്, ട്യൂഷൻ ക്ലാസ്സിലേക്കാണ് കേട്ടോ. സ്കൂൾ എന്നാണ് പറയുന്നത്, ട്യൂഷൻ ക്ലാസ്സിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ കറി ഇവിടെ തിളച്ച് റെഡി ആവുന്നുണ്ട്. അപ്പോൾ നല്ലോണം ഒന്ന് തിളക്കട്ടെ വിചാരിക്കുക കേട്ടോ. അപ്പോൾ അത് നല്ലോണം ഒന്ന് തിളച്ച് റെഡി ആവുന്നുണ്ട്. ഞാൻ കുറച്ചും കൂടി ഉപ്പൊക്കെ ഇട്ടൊന്ന് സെറ്റാക്കി കേട്ടോ. അപ്പോൾ നന്ദമോൾക്ക് ചിക്കൻ കറീൻ്റെ കൂടെ ചോറ് കൊണ്ടുപോകണം എന്ന് പറഞ്ഞതാണ്. കുറച്ച് ചോറും ഉണ്ട്, അതൊന്ന് റെഡിയാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ചേട്ടൻ പറഞ്ഞ് വേണ്ട, ഈ ഇപ്പം പുട്ടും ഉണ്ടാക്കണ്ട, ചോറ് ഇപ്പം ഉണ്ടാക്കണ്ട, ഏതായാലും രാവിലെ ഞാൻ പൊറോട്ട വാങ്ങിയിട്ട് വരാമെന്ന് പറയും. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പൊറോട്ടയും ചിക്കൻ കറിയും കൂട്ടാമല്ലോ എന്ന് വിചാരിച്ച്. അങ്ങനെ ചേട്ടൻ ചിക്കൻ കറി ചൂടാക്കി വെക്കുമ്പോഴേക്ക് ഞാൻ പൊറോട്ട വാങ്ങിയിട്ട് വരാം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ പോയിനെ. അപ്പോൾ ഞാൻ നന്ദുമോൾക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് പൊരിച്ചു കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ നന്ദു ഞാൻ പൊരിച്ചോളാം അമ്മയെ പൊരിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട് ആൾ. അവൾക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഓൾ തന്നെ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്, പാകത്തിന് ഒഴിച്ചാൽ മതി, പിന്നെ ഇങ്ങനെ വേണ്ടുമ്പോൾ ഒഴിച്ച് കൊടുക്കാമെന്ന് ഇങ്ങനെ പറയാട്ടെ ഞാൻ. അപ്പോൾ എല്ലാം ഇപ്പം എന്താ പറയുക, നമ്മൾ അടുപ്പത്ത് തന്നെയാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും. ഗ്യാസ് 2 മാസമായാലും നിറയ്ക്കില്ല എന്നുള്ളൊരു പ്ലാനിലാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത്. പിന്നെ ഇപ്പം എനിക്ക് അത്ര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല കേട്ടോ. അടുപ്പിൽ വിറകിട്ട് നല്ലോണം തീ കത്തി കഴിയുമ്പോൾ പിന്നെ ഇതിൽ തന്നെ ഓരോ പണികളും നടക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഗ്യാസ് ഇല്ലാത്ത ഒരു സങ്കടമൊന്നും എനിക്ക് വല്ലാതെ ഇല്ല കേട്ടോ. അപ്പം എന്നാലും ഇടയ്ക്ക് ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഗ്യാസ് ഒരു വല്ലാത്തൊരു കാര്യം തന്നെയാണ്. എല്ലാം കൂടി ഉണ്ട്, ഒക്കെ ശരിയായിക്കോളും, അതിനെപ്പറ്റി ഇപ്പം കൂടുതലൊന്നും പറയില്ല കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ അത് പൊരിച്ച് തരാമെന്ന് പറഞ്ഞ് ഓളെ പണിക്കൊക്കെ പോയിന് കേട്ടോ. അപ്പോൾ ഏകദേശം ഇത് സെറ്റായി വരുന്നുണ്ട്. കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് വെച്ചിട്ടാണ് ആൾ പോയത്. അപ്പം ചിക്കൻ മസാലയും കൂട്ടിന് കുറച്ച് ഇത് കുഴച്ചെടുക്കുമ്പം കുറച്ച് മുളകും പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പും അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് കൊടുത്തിട്ടാണ് പൊരിച്ചു കൊടുക്കൽ. അപ്പോൾ നന്ദമോൾക്ക് അത് വേണ്ട, ഇങ്ങനെ മതി എന്ന് പറഞ്ഞപ്പം ഓളെന്നെ മസാല എടുത്ത് വെച്ചിട്ട് പാകം പോലെ കൂട്ടിയതാണല്ലോ, അപ്പോൾ അങ്ങനെ അങ്ങോട്ട് ആയിക്കോട്ടെ വിചാരിച്ച്. അപ്പോൾ തീ നല്ല ഉഷാറായിട്ട് കത്തുന്നതുകൊണ്ട് തന്നെ വേഗം നല്ലോണം മൊരിഞ്ഞ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ഏകദേശം അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾക്ക് പോകാനാകുമ്പോഴേക്കും ഇതൊക്കെ ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ കുപ്പിയിലേക്ക് ആക്കി കൊടുക്കാൻ പറ്റുള്ളൂ. ചെറിയ കുപ്പിയിലായിട്ട് കറിയൊക്കെ കൊണ്ടുപോവുക. അപ്പോൾ ഞാനിത് വേഗം ഒന്ന് സെറ്റാക്കി കൊടുക്കട്ടെ. അനീഷേട്ടൻ വന്നാലേ ഇപ്പോൾ ചായ കുടിക്കാൻ പറ്റുള്ളൂ, ആളത് വാങ്ങിയിട്ട് എന്തായാലും എത്തണം. അപ്പോൾ നമ്മൾ ചിക്കൻ കറിയും പൊറോട്ടയൊക്കെ തിന്നിട്ട് കുറേ ആയിട്ടോ സത്യം പറയാച്ചാൽ. അപ്പോൾ അത് ഭയങ്കര ഒരു ആഗ്രഹം. അപ്പോൾ ഒന്ന് എന്തായാലും പൊറോട്ടയും ഇതും കൂടി തിന്നാന്നുള്ളൊരു ആവേശമായി. അങ്ങനെ ചേട്ടൻ പോയി വന്നു കേട്ടോ. അപ്പോൾ പാലും ഉണ്ടോയെന്ന്. അപ്പോൾ ഇന്ന് എല്ലാവർക്കും രാവിലെ പാൽക്കാപ്പി ആക്കിക്കോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ എല്ലാവർക്കും പാൽക്കാപ്പി ആക്കാമെന്ന് വിചാരിച്ച്. ഞാൻ ചായക്ക് വേണ്ടി വെള്ളം വെച്ചതേന് അപ്പം പൊടി ഇട്ടില്ല. ചേട്ടൻ ചായ കുടിക്കില്ല, ചേട്ടൻ കാപ്പിയേ കുടിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ വൈകുന്നേരമാണ് കാപ്പിയൊക്കെ ഉണ്ടാക്കൽ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ കാപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഏതായാലും ബ്രൂ കോഫീൻ്റെ 2 പാക്കറ്റൊക്കെ കൊണ്ടുപോകുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു പാക്കറ്റിൻ്റെ പകുതി മതിയല്ലോ, കൂടുതൽ കടുപ്പത്തിലൊന്നും ഇടൂല. നൈസായിട്ട് ഒരു പാൽക്കാപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഇന്ന് നല്ല ഉഷാറാക്കാമെന്ന് തന്നെ വിചാരിച്ച്. ഞായറാഴ്ച ദിവസമല്ലേ, എല്ലാവരും ഉണ്ടാകുമ്പോഴല്ലേ ഇങ്ങനെയുള്ള സന്തോഷങ്ങൾക്കൊക്കെ നേരമുള്ളൂ. അല്ലാതെ രാവിലെ ഒന്നിനും നേരം ഇല്ലാണ്ട് ചേട്ടൻ എല്ലാവരും പോകാൻ. ചേട്ടൻ ഒരു കുഞ്ഞ് കഷ്ണം പുട്ടെടുത്ത് തിന്നിട്ട് പോകും. അമ്മ ചിലപ്പോൾ ഒന്നും തിന്നാതെ പോകും. അമ്മ ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ പണിക്ക് പോണതാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് ഓരോരുത്തരുടെ കാര്യങ്ങളും. പിന്നെ നന്ദമോൾ സ്കൂളിൽ പോകുമ്പോൾ ഒന്നും തിന്നാതെ പോകും. ഞാനും അബിയാണ് ഇപ്പം പിന്നെ വീട്ടിലുള്ളത്. ഞാൻ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുമ്പോൾ ചിലപ്പം ചായ കുടിക്കും, ചിലപ്പം ചായൻ്റെ കടി എല്ലാവരും തിന്നോട്ടെ എന്ന് വിചാരിക്കും, ചിലപ്പോൾ എനിക്ക് ഉണ്ടാകില്ല. അങ്ങനെയൊക്കെയാണ് അഡ്ജസ്റ്റ്മെൻറ്റിൽ നമ്മൾ പോവുകയാണ്. അതൊന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. നമ്മൾ വീട്ടിൽ നിൽക്കണവരല്ലേ, അപ്പം പോകുന്നവർക്കല്ല വേണ്ടത്. പിന്നെ പണിക്ക് പോകുന്നവർക്ക് അവിടെ നിന്ന് തിന്നാനും അല്ലേ കൂടുതലായിട്ട് നമ്മൾ കൊടുത്തയക്കേണ്ടത്. നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ പിന്നെ ആ ഒരു പ്രശ്നം വരില്ല. നമുക്ക് എന്തെങ്കിലും വിശക്കുമ്പോൾ ഉണ്ടാക്കിയെങ്കിലും തിന്നാം, അല്ലെങ്കിൽ ഉള്ളത് വേറെ എന്തെങ്കിലും എടുത്ത് തിന്നാം. ഞാൻ അങ്ങനെ ഒരു രീതിക്കാണ് കേട്ടോ നിൽക്കൽ. അപ്പോൾ മക്കളായാലും സ്കൂളിൽ പോവുകയല്ലേ, അപ്പോൾ ഒരു തിന്നോട്ടെ എന്ന് അതും വിചാരിക്കും. പക്ഷേ നന്ദമോൾക്ക് വേണ്ട കേട്ടോ, നന്ദമോൾ തിന്നൂല, അങ്ങനെയാണ്. അപ്പോൾ പഞ്ചസാര ഉള്ളത് ഞാൻ അതിലിട്ട് കൊടുത്തേ, പക്ഷേ പഞ്ചസാര ഇല്ല എന്ന് എൻ്റെ വിചാരം. പക്ഷേ മോള് പറഞ്ഞ് പഞ്ചസാര ഇന്നലെ കൊണ്ടുവന്നത് ഉണ്ട് അമ്മയെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഏതായാലും അതിന് ഈ മേശമേൽ കൊണ്ടുവച്ചിട്ട് ഒന്നും കൂടി മധുരം ഇടാമെന്ന് വിചാരിച്ച് അതിലുള്ളതെല്ലാം കൂടി തട്ടി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് അത്യാവശ്യം ഒരു മധുരം വേണമല്ലോ.
മധുരം വേണമെന്ന് വെച്ചാൽ ചേട്ടന് അത്യാവശ്യം മധുരം വേണം കാപ്പിക്ക്. എനിക്ക് കൂടുതൽ മധുരമായിട്ട് ഇഷ്ടമില്ല. എന്നാലും എല്ലാവർക്കും കൂടി ഉള്ളതല്ലേ, അങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഞങ്ങൾ വേഗത ഇവർക്ക് ചായ കൊടുത്തു കേട്ടോ. അപ്പം പൊറോട്ടയും 1.5 പൊറോട്ടയും ചിക്കൻ കറിയാണ് ഈ ആൾ തിന്നുന്നത് കേട്ടോ. ഭയങ്കര ഇഷ്ടമാട്ടോ പൊറോട്ടയൊക്കെ. ഞങ്ങൾ എപ്പോഴെങ്കിലും കൊടുക്കലുള്ളൂ കേട്ടോ, എന്നും കൊടുക്കലൊന്നുമില്ല. അങ്ങനെ പൊറോട്ട കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയണത് കേട്ടിന്. എന്നാലും ഇവർക്ക് 1.5 കഷ്ണം ഈ ആളും തിന്നും, പാപ്പുമ്മോക്കും ഒന്നും കൊടുക്കും. പക്ഷേ ചില ദിവസം പാപ്പു തിന്നൂല. അപ്പോൾ ആളതൊക്കെ തിന്ന് കഴിയാനായിരുന്നു കേട്ടോ. അതാ കാപ്പിയും കൊടുക്കണം. കാപ്പി കൊടുത്തതിൽ കുറച്ചാൾ കുടിച്ചിന്, ഇനി കുറച്ചും കൂടി കുടിക്കാണ്ട്. അപ്പോൾ ഓൽക്കൊന്ന് രാവിലെ ഉഷാറായിട്ട് പൊറോട്ടയും ചിക്കനും കാപ്പിയൊക്കെയാണ്. റോക്കിമോൻ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ. ഇങ്ങനെയുള്ള കടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. ദോശ ഒക്കെ ഉണ്ട്. ഞാൻ ചായയൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആൾ ഞാൻ കുടിച്ചോളാം അമ്മേ എന്നുള്ള രീതിയിൽ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. പാവം എന്താ പറയുക, തിന്നാൻ കൊടുത്താലും കൊടുത്തില്ലേലും നമ്മളോടുള്ള ഒരു സ്നേഹം ഉണ്ടല്ലോ. പക്ഷേ കൊടുക്കാതെ ഇരിക്കലില്ല, ഒരിക്കലും ഭക്ഷണം കൊടുക്കാതെ ഇരിക്കലില്ല. പക്ഷെ അതാണ്, രാവിലെ ആയ ആൾക്ക് ചായ കിട്ടണം. 8 മണിയാകുമ്പോഴേക്കും ആൾക്ക് ചായ കിട്ടണം. അതുകൊണ്ട് തന്നെ ഓൽക്ക് വേഗം ഞങ്ങൾ സെറ്റാക്കി അങ്ങോട്ട് കൊടുക്കും. അപ്പോൾ 2 ആൾക്കും തിന്നാൻ കൊടുത്തതിൻ്റെ ശേഷം കേട്ടോ ഞാനൊക്കെ ചായ കുടിക്കാതിരിക്കുന്നത്. അപ്പോൾ അതാ പൊറോട്ട ഇവിടെ ചേട്ടൻ കൊണ്ടുവച്ചതെന്നാണ് ആദ്യം ഓൽക്ക് എടുത്ത് ചേട്ടൻ കൊടുത്തത്. പിന്നെ കാപ്പി ഇവിടെ ഉണ്ട്. അപ്പം ഞാൻ ഓരെല്ലാവരും കുടിച്ചോട്ടെ എന്ന് വിചാരിക്കാം കേട്ടോ. ഒന്ന് ഞായറാഴ്ച ആണ് വെച്ചിട്ട് ഞങ്ങളെല്ലാവരും ഒപ്പരം ഇരുന്ന് കുടിക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ല കേട്ടോ രാവിലെ. അപ്പം ചേട്ടനും അമ്മയൊക്കെ കുടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി കുടിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഒന്നുകൊണ്ടല്ല, എനിക്ക് ഈ വെള്ളം തിളച്ചപ്പം പിന്നെ ഇതിൽ അരി ഇട്ട് കൊടുക്കണം എന്ന് തോന്നി. അപ്പം ചായ കുടിച്ച് വരുമ്പോഴേക്ക് അവിടെ റെഡി ആയിക്കോളല്ലോ. പിന്നെ വെള്ളം തിളച്ച് വെറുതെ വിറക് കത്തി പോവരുതല്ലോ, അത്രയും പൈസ കൊടുത്ത് വാങ്ങണ വിറകല്ലേ. അപ്പം ഞാൻ നന്ദമോളോട് പറഞ്ഞു, ഈ എന്തായാലും വേഗം കുടിച്ചോ, എനിക്ക് ട്യൂഷന് പോവാനുള്ളതല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം അരിയിടാൻ നിന്ന്. അപ്പോൾ നന്ദമോൾ ഓളെ ചായ കൂടിയും ബാഗിലെല്ലാം നിറയ്ക്കലും എല്ലാം കഴിഞ്ഞ് ട്യൂഷന് പോവുക കേട്ടോ. ഞായറാഴ്ച ആയാലും ഒരു ഒഴിവില്ല ആൾക്ക്. ആൾ ട്യൂഷന് പോയിക്കോളൂ കേട്ടോ, അങ്ങനത്തെ മടിയൊന്നും ഇല്ല ആൾക്ക്, പോയിക്കോളൂ. അപ്പോൾ പാപ്പമോൾക്കും കടിയൊക്കെ വെച്ച് കൊടുത്തിന്, ആൾ തിന്നാതെ കൂട്ടിലിരിക്കുന്നുണ്ട്. അപ്പോൾ അതാ ഞാൻ ചോറിന് നല്ല വിറകൊക്കെ വെച്ച് കൊടുത്തിട്ടോ. ഇനി അതാ സാവധാനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചതാണ്. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ ചായൻ്റെ കൂടിയൊക്കെ കഴിച്ചിട്ടോ. എനിക്ക് നല്ല വിശപ്പുണ്ടായി. അപ്പം ഞാനും പൊറോട്ടയും കോഴിക്കറിയൊക്കെ കൂട്ടി ഇങ്ങനെ തിന്നിട്ടോ. അപ്പോൾ ബാക്കി പാത്രങ്ങളൊക്കെ കഴുകാണ്ട്, ഇനി അതൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ, എന്നാലേ ഒരു സമാധാനമുള്ളൂ. പാത്രം കഴുകാൻ കൂടുതൽ കാണുമ്പോൾ നമുക്കൊരു സമാധാനക്കേടല്ലേ. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് വേഗം കഴുകിയെടുക്കുന്നുണ്ട്. രാവിലത്തെ ആ ഡ്യൂട്ടി കഴിഞ്ഞാൽ എല്ലാവരും ചായ കൂടിയും കഴിഞ്ഞിട്ടാണ് ഞാൻ ഇന്നത് കഴുകാനായിട്ട് നിന്നത് കേട്ടോ. അതിൻ്റെ മുന്നേ ഓരോന്നൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എല്ലാവരും ചായ കൂടിയും കഴിഞ്ഞാൽ കറിയൊക്കെ ഒന്ന് അങ്ങോട്ട് കാലിയായി കിട്ടിയാൽ എല്ലാ പാത്രം ഒപ്പരം കഴുകുക. അതുവരെ ഞാനത് അവിടെ വെച്ചത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒറ്റ കഴുകൽ തന്നെ കഴുകട്ടെ വിചാരിച്ചതാണ്, അല്ലെങ്കിൽ അങ്ങനെ വെക്കലില്ല. ഓരോന്നാവണത് ഇങ്ങനെ ഇപ്പോൾ രാവിലെ കഴുകൽ തന്നെയാണ്. കൂടുതൽ പാത്രം കഴുകാനായിട്ട് ഇങ്ങനെ ശേഖരിച്ച് വെക്കലൊന്നുമില്ല. അപ്പോൾ ഇന്നിതാ അതൊക്കെ ഒന്ന് വേഗം കഴുകിയെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പൈപ്പിൽ വെള്ളം വന്നപ്പം വേഗം ടാങ്കിൽ വെള്ളം കയറ്റലും കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ കൂടി പാത്രം കഴുകലും നടത്തുകയാണ്. എന്നാൽ പിന്നെ ഈ പാത്രം കഴുകി തീരണ വെള്ളം കൂടി അങ്ങോട്ട് കയറ്റി കൊടുക്കാമല്ലോ എന്ന്, മോട്ടറടിച്ച് കയറ്റി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഈ ഒരു പരിപാടി ചെയ്യുന്നത്. ഇപ്പം വെള്ളം വേഗം വന്ന് നിൽക്കുന്നുണ്ട്, വേനലൊക്കെ ആയി തുടങ്ങിയില്ലേ, അതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ഉച്ച കഴിഞ്ഞാലും വെള്ളം ഉണ്ടാവലുണ്ട്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് അങ്ങനെ വെള്ളമില്ല. അപ്പം ഞാൻ ഏതായാലും പാത്രമൊക്കെ നല്ല സ്പീഡിൽ തന്നെ കഴുകിയെടുക്കുകയാണ് കേട്ടോ. കാരണം ചോറൊക്കെ വേവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റിങ്ങിലാണല്ലോ. അപ്പോഴേക്ക് ഈ ഒരു കാര്യങ്ങളും കൂടി കഴിച്ച് വെച്ചിട്ട് വേണം. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ചില്ലറ പണികളും കൂടി ഉണ്ട്. അപ്പം പാത്രം കഴുകൽ കഴിഞ്ഞ് അടുക്കള ഒന്ന് വൃത്തിയാക്കിയിട്ടാലേ നമുക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ അല്ലേ. പിന്നെ അമ്മ ഉണ്ട്, ഇന്ന് അബി ഉണ്ട്, അനീഷേട്ടൻ്റെ എല്ലാവരും ഉണ്ട്. അപ്പോൾ അനീഷേട്ടൻ അവിടെ ഉണ്ട്. അനീഷേട്ടൻ ഇന്ന് പുറത്തൊക്കെ ഒന്ന് പോകണമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഏതായാലും പാത്രമൊക്കെ കഴുകി കഴിഞ്ഞപ്പോൾ എല്ലായിടത്തൊന്ന് വൃത്തിയാക്കിയിട്ടാണ് കേട്ടോ. ഗ്യാസ് ഇപ്പോൾ ഉപയോഗിക്കലില്ലെങ്കിലും ശരി, ഗ്യാസിൻ്റെ മുകളിലേക്ക് നമ്മൾ ചായ ആയാലും എന്തായാലും വെന്ത സാധനങ്ങളൊക്കെ ഇറക്കി വെച്ച് കൊടുക്കണ്ടല്ലോ. അപ്പോൾ എന്തായാലും വേഗം ഞാനതൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്കിതാണ് എവിടെയൊക്കെ ഒന്ന് തുടച്ചെടുത്തില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. നമ്മൾ മോഡൽ അടുക്കളയൊന്നും അല്ലെങ്കിലും സാധാരണ അടുക്കളയാണ്. അപ്പം അത് അടുക്കളയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അത് എന്തായാലും അല്ലറ ചില്ലറ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ കിടക്കും. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമ്മൾ അടുക്കള വൃത്തിയില്ല എന്നൊന്നും ആരും വിചാരിക്കേണ്ട. എന്നും പണി കഴിഞ്ഞാലും പണി കഴിഞ്ഞില്ലെങ്കിലും ഇങ്ങനെ വൃത്തിയാക്കി ഇടുന്നതാട്ടോ ഞാൻ. അപ്പോൾ ചിലവർക്ക് തോന്നും ഇതെന്താ എല്ലാ പാത്രം നിരത്തി ഇട്ടിരുന്നതെന്ന്. ഒരു കുഞ്ഞു അടുക്കളയാട്ടോ. അപ്പോൾ അതിൻ്റെ സൗകര്യത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ എല്ലാ ബുദ്ധിമുട്ടും ഉണ്ടാകും. എന്നാലും ഞങ്ങൾക്ക് ഇതൊരു ബുദ്ധിമുട്ടല്ല കേട്ടോ. ഞാനും അമ്മയും കൂടി അടുക്കളയിൽ പണിയെടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് നിന്ന് പെരുമാറാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. പക്ഷെ വലിയ അടുക്കളയിലൊക്കെ പണിയെടുക്കണവർക്കും വർക്ക് ഏരിയ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ഞങ്ങൾ അടുക്കള കുഞ്ഞായിട്ട് തോന്നും, വൃത്തിയില്ല എന്ന് തോന്നും. അത് ഓരോരുത്തരുടെ തോന്നലാണ് കേട്ടോ. നമുക്ക് ആ തോന്നലൊക്കെ കണ്ടിട്ട് മാറ്റി വേറെ ഒന്ന് പണിയാനോ അതൊന്ന് തിരുത്തി കൊടുക്കാനോ ഇപ്പം ഞാൻ ശ്രമിക്കലില്ല കേട്ടോ. സത്യം പറയാച്ചാൽ ആ ഒരു ജീവിത രീതികൾ ജീവിച്ച് വരുമ്പോഴേ എല്ലാവർക്കും മനസ്സിലാകുള്ളൂ. പിന്നെ എന്ത് വിചാരിക്കണം എന്നറിയുമ്പോൾ
നമ്മളത്രയും കൂടി ഇങ്ങനെ ഇല്ലാത്ത ആൾക്കാരെ പറ്റിയൊന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ഇതൊന്നും ഒരു കുറവായിട്ട് തോന്നില്ല. എത്രയോ ആൾക്കാർ ഇപ്പോഴും ഇങ്ങനെ ഒരു അടുക്കള ഇല്ലാണ്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കില്ലേ എന്നുള്ളൊരു ചിന്ത പെട്ടെന്ന് നമുക്ക് മനസ്സിലേക്ക് വന്നാൽ പിന്നെ അതൊരു പ്രശ്നമല്ല. അത്രയൊന്നും ദൈവം ദുരിതം തന്നില്ലല്ലോ എന്ന് അങ്ങോട്ട് വിചാരിച്ചാൽ മതി. അപ്പോൾ ഒരു പ്രശ്നമല്ല. അപ്പം വലിയ അടുക്കളയിനോട് വരുന്ന ആ കമ്പൊക്കെ അങ്ങോട്ട് നിൽക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ പറയുന്നത് ഒന്നും കൊണ്ടല്ല കേട്ടോ. കുറേ ആൾക്കാർ ഇതിന് മുന്നേ ഒക്കെ വിമർശിച്ചൊരു കാര്യമാണ്. അതുകൊണ്ട് ഒന്നും കൂടി നമ്മൾ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് അടിച്ചു തരാൻ നിൽക്കുക കേട്ടോ. അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി മുറ്റമൊക്കെ ഒന്ന് അടിച്ചു തരട്ടെ. അതൊക്കെ ഞാൻ സാവധാനമേ അടിച്ചു തരലുള്ളൂ കേട്ടോ. ഇപ്പോൾ 9 മണിയൊക്കെ ആയിന്. അപ്പോൾ മുറ്റം അടിച്ചു തരൽ, മുറ്റത്ത് വല്ലാതെ ചണ്ടിയൊന്നും ഉണ്ടാവില്ല. അടുത്ത തൊടിയിൽ നിന്നുള്ള അങ്ങനെ ഇലകളൊക്കെ വീഴുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ അതൊന്ന് വേഗം അടിച്ച് കയറി എടുക്കട്ടെ എന്ന് വിചാരിക്കുകയാണ്. തുടയ്ക്കാനൊക്കെ ഉണ്ട്, പക്ഷെ ഇവിടെ നിന്ന് എല്ലാവരും ഉള്ളതുകൊണ്ട് തുടയ്ക്കൽ നടക്കൂല കേട്ടോ. അപ്പോൾ ഇതാ റോക്കിമോൻ കൂട്ടുന്ന ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഓന് ഞാൻ പുറത്ത് ഇവിടെ ഉണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ടോ. ഓൻ ഇങ്ങനെ നോക്കി നിൽക്കും, കൂട്ടിൽ ഓടി നടക്കും. ഇതൊക്കെ ഓന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അടുക്കളയിൽ എന്ത് പണിയെടുക്കുകയാണെങ്കിലും ഞാൻ വാതിലടയ്ക്കൂല കേട്ടോ. ഇവ അങ്ങോട്ട് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ എനിക്ക് വാതിലടച്ചിട്ട് പോകാൻ തോന്നൂല. അപ്പോൾ ഞാൻ അടുക്കളയിൽ പണിയെടുക്കുകയാണെങ്കിൽ ഞാൻ വാതിലടയ്ക്കാതെ തന്നെ നിൽക്കുമ്പോൾ എപ്പോഴും ചേട്ടൻ പറയും, ഈ വാതിലടയ്ക്കാതെ ഇങ്ങനെ നിൽക്കരുത്, പൂച്ചക്കുട്ടി കയറി പോണേ കാണൂല പറയും. കാരണം പൂച്ചക്കുട്ടി കയറിപ്പോയാൽ പാപ്പുമോൾ കൊലായിലുണ്ടാവുകയെ, പാപ്പുമോളടുത്തേക്കാണ് നേരെ പോവുക. അപ്പോൾ അതൊരു പേടിയാണ്. പാപ്പു കടിച്ചു കുടയും ആളെ കണ്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ പാപ്പു ഭയങ്കര കുരയായിട്ടാണ് കുരയ്ക്കുന്നത്. കൊലായിൽ നിന്നിട്ട് കൊലായിൽ കെട്ടിയിട്ടാണ് ആളെ. അപ്പോൾ കുറച്ച് ആൾക്കാർ വന്നതാണ് സംഭവം, എന്തോ നോട്ടീസൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ ആ കുര കേട്ടിട്ടൊന്ന് പോയി നോക്കുകയാണ്. അബി ഉണ്ട് റൂമിൻ്റെ ഉള്ളിൽ, പക്ഷെ അബി പറഞ്ഞിട്ടും ആൾ കുരയൊന്നും നിർത്തില്ല. നല്ല കുരയാട്ടോ കുരയ്ക്കുന്നത്. നമ്മളിതിൽ വോയിസ് കൊടുക്കാത്തതുകൊണ്ടാണ് അതൊന്നും അറിയാത്ത കേട്ടോ. പുറത്ത് ഇങ്ങനെ അല്ലറ ചില്ലറ പാട്ടും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ വോയിസ് കൊടുക്കണത്. അപ്പോൾ ആ കുരയൊന്നും കേൾക്കൂല കേട്ടോ ഇതിൽ നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ അതൊക്കെ ഓളെ സമാധാനിപ്പിച്ച് വന്നിട്ട് വീണ്ടും അടിച്ചു തരിക തന്നെയാണ് കേട്ടോ. അപ്പോൾ ചണ്ടി വല്ലാതെ ഇല്ല എന്ന് പറഞ്ഞല്ലോ, എന്നാലും ചണ്ടി ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ രാത്രിയിൽ പൂച്ചക്കുട്ടിക്ക് എപ്പോഴും, രാത്രിയിൽ എന്നല്ല എപ്പോഴും ഞാനിതിൽ ചോറ് വെച്ച് കൊടുക്കണതും വെള്ളം വെച്ച് കൊടുക്കണതൊക്കെ പാത്രങ്ങളാണ് കേട്ടത്. അപ്പോൾ രാവിലെ ആയാലും ഞാൻ അത് വെള്ളമൊക്കെ ഒഴിച്ച് കഴുകിയിട്ട് എടുത്ത് വയ്ക്കണതാണ്. അപ്പോൾ ഇന്ന് ഞാൻ അടിച്ച് വരുമ്പോൾ അതെടുത്തൊന്ന് കമഴ്ത്തി വെച്ചതാട്ടോ. ഞാൻ എപ്പോഴും അതിൽ വെള്ളം ഒഴിച്ച് വെക്കും. ആ പ്ലേറ്റിലൊക്കെ 2 പ്ലേറ്റ് ഉണ്ട് വെള്ളം ഒഴിച്ചൊക്കെ. അപ്പോൾ ഒരു 5-6 പൂച്ചക്കുട്ടികൾ ഇങ്ങനെ വന്ന് കൂടിയതാട്ടോ. ഞങ്ങൾ വളർത്തുന്നതൊന്നുമല്ല, പക്ഷെ ഇപ്പോൾ ഇവിടുന്ന് വെള്ളം കിട്ടും, ഇവിടുന്ന് ഭക്ഷണം കിട്ടും എന്നുള്ള ആ ഒരു തയ്യാറെടുപ്പോട് കൂടി ഇപ്പോൾ ഇവിടെ തന്നെ സ്ഥിരം കിടക്കലും വരലും ഒക്കെയാണ്. അപ്പം ബുദ്ധിമുട്ടൊന്നും ഞങ്ങൾക്കും ഇല്ല. തിന്നണയിലെ ഒരു ബാക്കി എന്താ ഉള്ളത് വെച്ചാൽ ഞങ്ങൾ കൊടുക്കൂട്ടോ. മിണ്ടാപ്രാണികളാണ്. ഒരു നേരം അന്നം കൊടുത്താൽ അതിൻ്റെ ഒരു പുണ്യം ദൈവം എവിടെന്നെങ്കിലും തരും എന്നുള്ള വിശ്വാസമാണ് എനിക്ക് കേട്ടോ. എൻ്റെ അമ്മമ്മ പറഞ്ഞു തന്നൊരു കാര്യമാണ്. മിണ്ടാപ്രാണികൾക്ക് തിന്നാൻ കൊടുക്കണം, അത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമാണെന്ന് എൻ്റെ അമ്മമ്മ ആദ്യമൊക്കെ പറയുന്നു കേട്ടോ. എൻ്റെ അമ്മമ്മ ഉള്ള കാലത്തും അങ്ങനെ തന്നെയാണ്. രാത്രി എൻ്റെ അമ്മമ്മ ചോറ് തിന്ന് കഴിഞ്ഞാലും ആ പ്ലേറ്റിൽ ഒരു പിടി ചോറ് അവിടെ വെക്കും, ഇത് പൂച്ചയ്ക്ക് കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട്. അതേപോലെ തന്നെ ഞങ്ങളും എന്നോ തുടങ്ങിയ കാര്യങ്ങളാട്ടത്, പൂച്ചയ്ക്കൊക്കെ തിന്നാൻ കൊടുക്കലൊക്കെ. സത്യമായിട്ടും ഇതൊരു കള്ളവായിട്ടൊന്നും പറയല്ല. പൂച്ചയൊക്കെ വന്ന് നിൽക്കുകയാണെങ്കിലും രാവിലെ ആയാലും ഉച്ചയ്ക്ക് ആയാലും ഞാൻ കൊടുക്കും കേട്ടോ. ചോറായാലും എന്തായാലും ഇവിടെ ആരായാലും കൊടുക്കും. ചേട്ടനും പറയും കുറച്ച് ചോറെടുത്ത് കുഴച്ച് കൊടുക്കുമെന്ന് പറയും. ഞങ്ങൾ തിന്നതിൻ്റെ പ്ലേറ്റിൽ ബാക്കിയില്ല എന്നുണ്ടെങ്കിലും ഞങ്ങൾ ഇവിടെ ചോറുള്ളതൊന്നും എടുത്തിട്ട് കുഴച്ച് കൊടുക്കും കേട്ടോ. അതൊന്നും ഒരു നഷ്ടമായിട്ടോ കുറവായിട്ടോ ഒന്നും ഞാനും ചേട്ടനും അമ്മയൊന്നും കണക്ക് കൂട്ടലില്ല, ഞങ്ങൾ കൊടുക്കും. അത് ഞങ്ങൾക്കത് ശീലമായി പോയതുകൊണ്ട് ഞങ്ങൾ തിന്നു കഴിഞ്ഞാലും ഞങ്ങളെ വയറ് നിറച്ച് കിടക്കാൻ ഞങ്ങൾക്ക് മനസ്സ് വരൂല. അവരങ്ങനെ ഇരുന്ന് കരയുമ്പോഴേ. അപ്പോൾ അവർക്കും കൂടി കൊടുക്കും കേട്ടോ സംഭവം. അത് അങ്ങനെ ഓരും അതിൽ സംതൃപ്തരാണ്, ഞങ്ങളും അതിൽ സംതൃപ്തരാണ് സത്യം പറയുക വെച്ചാൽ. അപ്പോൾ ഇതൊക്കെ എന്തെങ്കിലും ഒരു കൂലി നമുക്ക് ദൈവം തരും. അത് മരിച്ച് മണ്ണിൻ്റെ അടിയിൽ പോയിട്ട് കിട്ടുകയാണെങ്കിൽ അത് അത്രയേറെ സന്തോഷമുള്ളൊരു കാര്യമല്ലേ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ചോറൊക്കെ അതാ ഊറ്റിക്കൊണ്ട് നിൽക്കണതിൻ്റെ ഇടയിൽ തന്നെ അതാ അമ്മ കുറച്ച് കൊത്തമര വാങ്ങി കൊണ്ടുവന്നതുണ്ട്, അതൊന്ന് അരിഞ്ഞെടുക്കാൻ കേട്ടോ. അമ്മ മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് പോയിന്. അപ്പോൾ ഇന്ന് മുരിങ്ങേൻ്റെ കായ കൊണ്ടുവന്ന് കറി വെക്കാമെന്ന് വിചാരിച്ചത്. അമ്മ പറഞ്ഞു ഇന്ന് പച്ചക്കറി വെക്കണ്ട, നായ്ക്കുട്ടികൾക്കുള്ള ചിക്കൻ കറി ഇല്ല അവിടെ, അത് മാറ്റി വെച്ചാളെന്നൊക്കെ നമുക്ക് മീൻ കറി വെക്കാമെന്ന് പറഞ്ഞിട്ട് അമ്മ മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് പോയിന്. അപ്പം കുറച്ച് നേരമായി പോയിട്ട് കുറച്ച് ദൂരം റോട്ടുമിലേക്ക് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമ്മ പോയതാണ്. അപ്പം മീൻ വാങ്ങാനും കാര്യങ്ങളൊക്കെ അമ്മ പോകും. ആദ്യമേ അമ്മ അങ്ങനെ പോകണതാട്ടോ ഞായറാഴ്ചകളിൽ. പിന്നെ വയ്യായികളും കാര്യങ്ങളൊക്കെ വന്ന് 10-12 മാസത്തോളം അമ്മ ഇങ്ങനെ വീട്ടിൽ തന്നെ ആയില്ലേ. ഇപ്പം അമ്മ കുറേയൊക്കെ മാറ്റം വന്ന് അമ്മ മീൻ വാങ്ങാനും ആഴ്ചയിൽ 2-3 ദിവസം പണിക്കും ഒക്കെ പോകുന്നുണ്ട് കേട്ടോ. ഒക്കെ ഡോക്ടർ പറഞ്ഞതിന് ശേഷമാണ് കേട്ടോ അമ്മ ഇറങ്ങിയതൊക്കെ. അപ്പോൾ ഡോക്ടർ ഒരു ധൈര്യത്തിലാണ് അമ്മയും പോണതും വരുന്നതും ഒക്കെ. അപ്പം നമ്മൾ പറയണേക്കാട്ടും കൂടുതൽ ഡോക്ടർമാർ പറയുമ്പോൾ അതൊരു സന്തോഷമുള്ള കാര്യമല്ലേ. ഓർക്കൊന്നും അറിയാതെ ഓരത് പറയൂലല്ലോ.
അങ്ങനെയൊക്കെ. അപ്പോൾ അതവിടെ റോക്കി മോൻ പുറത്തൊന്ന് കെട്ടിയിട്ടപ്പോൾ ഓൻ്റെ മേൽ കയറി കളിക്കട്ടോ. എടുക്കാൻ വേണ്ടിയിട്ടായിട്ടത് സംഭവം. ഇതാണ് സ്നേഹം. എന്താ അറിയോ, പറയാൻ വാക്കുകളില്ലാത്ത സ്നേഹമാണ് ഇതൊക്കെ. അങ്ങനെ ഇതാ അമ്മയാണ് ഇന്ന് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ അമ്മ ഉപ്പേരി ഉണ്ടാക്കി വെച്ചിട്ട് ഇനി ഇതിൽ കുറച്ച് തേങ്ങ ഇട്ടൊന്ന് ശരിയാക്കണം. ഇതാ മത്തിയാണ് കറി വെക്കാൻ. അത് അമ്മ റെഡി ആക്കണമെങ്കിൽ അതിലൊന്ന് തേങ്ങ അരച്ച് കലക്കണം. പിന്നെ അതാ മസാല തേച്ച് വെച്ചിന് അതൊന്ന് പൊരിച്ചെടുക്കണം. അങ്ങനെ കുഞ്ഞു പണികളും കൂടി ഉണ്ട്. പിന്നെ ബാക്കി ഇതാ ഞാൻ എല്ലാം ആയി കഴിഞ്ഞിന് കേട്ടോ. ഇനി എനിക്ക് കുറച്ച് തിരുമ്പാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനിതൊക്കെ ഒന്ന് നോക്കി ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയതാണ് കേട്ടോ. കറി ഞാൻ തേങ്ങ അരച്ച് വെച്ചിന്. അമ്മ മീൻ പൊരിച്ച് വെച്ചിന് കേട്ടോ. തേങ്ങ ഞാൻ ചിരവി കൊടുത്തതാണ്, അരച്ചതൊക്കെ അമ്മയാണ്. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചൂടുവെള്ളത്തിന് വേണ്ടി എല്ലാം ചെമ്പിലൊക്കെ വെള്ളം റെഡിയാക്കി വെച്ച് ഇതാ തിരുമ്പാൻ കുറച്ചുണ്ട്. അതൊക്കെ ഒന്ന് തിരുമ്പിയെടുത്ത് റെഡി ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ബാക്കി എല്ലാം തിരുമ്പി ഞാൻ അയലുമിലൊക്കെ ആറിയിട്ടണേ. ഇനി അതൊക്കെ ഒന്ന് ഉണങ്ങണ വരെ കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് എടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ബായ്.